നമസ്കാരം. ഞാൻ പച്ചക്ക് പറയുമ്പോൾ പൊള്ളുന്നതാർക്ക്? ഇവിടെ നടക്കുന്ന അഴിമതികളും അക്രമങ്ങളും കൊള്ളയും കൊലയും കൊള്ളിവെപ്പും പീഡനങ്ങളും കൊലപാതകങ്ങളെക്കുറിച്ച് ഞാൻ പച്ചക്ക് പറയുമ്പോൾ പൊള്ളുന്നതാർക്കാണ്? വേദനിക്കുന്നതാർക്കാണ്? തെറി പറയുന്നത് ആരാണ്? ഇത് ചെയ്യുന്നവർ. ഇന്നലെ നമ്മളൊരു വാർത്ത കണ്ട്, ഒരു പോലീസുകാരൻ, ഒരു SI, കേരള പോലീസിൻ്റെ ഒരു SI ഒരു സ്ത്രീ പോലീസുകാരിയെ പീഡിപ്പിച്ചു. കർത്താവാണ് പണ്ട് പീഡിപ്പിക്കപ്പെട്ടത്, ഇപ്പം പീഡിപ്പിക്കണതിൻ്റെ അർത്ഥം വരെ മോശമായി. കേരള പോലീസിൻ്റെ ഒരു SI, സബ് ഇൻസ്പെക്ടർ, ഒരു പോലീസുകാരിയെ പീഡിപ്പിച്ചു. ആ കേസ് അന്വേഷിക്കാൻ വന്ന അസിസ്റ്റന്റ് കമ്മീഷണർ, അസിസ്റ്റന്റ് കമാൻഡറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടി ആ കേസ് ഒതുക്കാൻ 25 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. കടുവയെ കിടുവ പിടിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ED നമ്മളെയെല്ലാം ഭയപ്പെടുത്തുന്ന, രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ED കൈക്കൂലി 2 കോടി മേടിച്ചു എന്ന് വാർത്ത. ഒരമ്മ 4 വയസ്സുള്ള കുട്ടിയെ കിണറ്റിലിട്ടു. ഇന്നലെ ഒരമ്മ 3 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയെ പുഴയിലെറിഞ്ഞു, അല്ലെ പുഴയിൽ കൊന്നു എന്നൊരു വാർത്ത. ദിവസവും ഇത്രയധികം മോശപ്പെട്ട വാർത്ത വരുന്ന, അഴിമതി നിറഞ്ഞ വാർത്ത വരുന്നത് എന്തുകൊണ്ട്? കാരണം നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, പോലീസുകാർ, ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ വളരെയധികം കൈക്കൂലി വാങ്ങുകയും അഴിമതിക്കാരും ആയതുകൊണ്ടാണ്. അഴിമതിക്കെതിരെ ശബ്ദിക്കുന്ന എന്നെപ്പോലെയുള്ളവരെ, ഷാജൻ സക്കറിയയെ ഒതുക്കാൻ ശ്രമിക്കുന്ന മലയാളികൾ ഒരു കാര്യം മനസ്സിലാക്കണം: നിങ്ങളുടെ കുഴി നിങ്ങൾ തോണ്ടുകയാണ്. ബെന്നി ജോസഫ് നിയമാനുസൃതം, നിയമവാഴ്ചയ്ക്ക് വേണ്ടി, ഭരണഘടന അനുസരിച്ച് ഈ നാട് നന്നാവാനാണ് ഞാൻ പച്ചക്ക് പറയുന്നത്. 51 വെട്ടുവെട്ടി നല്ലവനായി ചമഞ്ഞുകൊണ്ട് നാട് ഭരിക്കുമ്പോൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറം ഉണ്ടാവും. ഇപ്പോൾ കഞ്ചാവ് വലിച്ചാലും മയക്കുമരുന്ന് അടിച്ചാലും മുഖ്യമന്ത്രിയുടെ പടമുള്ള ടീഷർട്ട് ഇട്ടിട്ട് സൂംബോ ഡാൻസ് ചെയ്താൽ മതി. സൂംബോ ഡാൻസിനൊരു ഗുണമുണ്ട്. സൂംബോ ഡാൻസിന് ചിട്ടവട്ടമില്ല. കഞ്ചാവ് അടിച്ചാലും കള്ളു കുടിച്ചാലും മയക്കുമരുന്ന് അടിച്ചാലും സൂംബോ ഡാൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ കൂച്ചിപ്പടി, തിരുവാതിര, അങ്ങനത്തെ ഒന്നും ഡാൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനൊക്കെ ചില നിയമങ്ങളും ചിട്ടുവട്ടങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. സൂംബോ ഡാൻസ് ആകുമ്പോൾ ഏത് കള്ളുകൂടിയനും ശരീരത്തിൻ്റെ ഏത് ഭാഗം വേണമെങ്കിലും ഇളക്കി കാണിച്ചാൽ മതി. അതുകൊണ്ട് കേരളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും മുഖ്യമന്ത്രിയുടെ പടം വെച്ചിട്ട് സൂംബോ ഡാൻസ് കളിച്ചാൽ മതി. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഏതായാലും ഈ നാട് നന്നാവുന്നത് വരെ ഇവിടുത്തെ അഴിമതിക്കെതിരെ, അക്രമത്തിനെതിരെ പച്ചക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ദുരിതങ്ങൾ ഏറുന്നത് എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൽ ആരും പ്രതികരിക്കുന്നില്ല, ആരും ഇടപെടുന്നുമില്ല. വർഗീയവാദികൾ ചിലവർ ഇതിൻ്റെ അടിയിൽ വന്ന് തെറി പറയും. ഏറ്റവും കൂടുതൽ വർഗീയവാദം ചെയ്യണത് ആരാണെന്നറിയാലോ. ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. പുതിയ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ നേതാക്കളോട്, യുവാക്കൾ ചോദ്യങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ ഈ നാട് മുടിഞ്ഞു പോകുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.